വായനയിൽ നിന്ന് വിജ്ഞാന വികസനത്തിലേക്ക് കുമ്പളങ്ങി. ജോർജ് ഈഡൻ സ്മാരക ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ നവീകരിച്ച പ്രവർത്തനങ്ങളുടെ പുനരാരംഭവും വിജ്ഞാനതീരം പദ്ധതിയുടെ ഉദ്ഘാടനവും കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയെ ആധുനിക വിജ്ഞാന കേന്ദ്രമായി വികസിപ്പിക്കുകയും ഗ്രാമത്തിലെ വിദ്യാലയങ്ങൾ, വായനശാലകൾ, കുടുംബശ്രീ, യുവജന ക്ലബ്ബുകൾ, ടൂറിസം മേഖല, പ്രാദേശിക വിജ്ഞാന സമ്പത്ത് എന്നിവയെ ഏകോപിപ്പിച്ച് കുമ്പളങ്ങിയെ വിജ്ഞാനാധിഷ്ഠിത വികസനത്തിന്റെ മാതൃകാ ഗ്രാമമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിജ്ഞാനതീരം പദ്ധതി നടപ്പിലാക്കുന്നത്. കുമ്പളങ്ങി ജോർജ് ഈഡൻ സ്മാരക ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ നവീകരിച്ച പ്രവർത്തനങ്ങളുടെ പുനരാരംഭവും വിജ്ഞാനതീരം പദ്ധതിയുടെ ഉദ്ഘാടനവും കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. ഈ വായനശാലകളിലാണ് ആ പ്രദേശത്തിൻ്റെ വികസനവും ക്ഷേമവും അതുപോലെ തന്നെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെ നടന്നത് നല്ല ഫലപ്രദമായി ഇപ്പോഴും അത് തുടരുന്ന വിവിധ പ്രദേശങ്ങളെ നമുക്ക് കാണാനും കഴിയും. നമ്മുടെ ജില്ലയിൽ തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഗ്രന്ഥശാലകളുണ്ട്. ഈ ഗ്രാമീണ ഗ്രന്ഥശാലകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഒരു നാടിൻ്റെ ആവശ്യകത കൂടിയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പുസ്തക വായന കാണിച്ചത് തനിക്ക് വളരെയേറെ പ്രചോദനമായെന്നും അതുവഴി 25,000 പുസ്തകങ്ങളുടെ ഒരു ഗ്രന്ഥശേഖരമുള്ള ഗ്രന്ഥാലയം തയ്യാറാക്കാൻ തനിക്ക് കഴിഞ്ഞെന്നും എംഎൽഎ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിയന്തരമായിട്ട് നമ്മൾ അതിനൊരു കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ഇത് വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ, ആധുനിക രീതിയിൽ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെ ഒരു സ്മാർട്ട് ലൈബ്രറിയാക്കി വിജ്ഞാന തീരം എന്നൊരു പദ്ധതിയായിട്ട് ഒരു പ്രൊജക്റ്റ് തന്നെ തയ്യാറാക്കി നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ പുതുതായിട്ട് പുതിയ കോഴ്സുകൾ എടുത്ത് വരുന്ന കുട്ടികൾക്ക് റെഫർ ചെയ്യാനുള്ള ബുക്കുകളടക്കം നമുക്കിവിടെ കൊടുക്കാൻ കഴിയണം. രണ്ടാമത് നമുക്കറിയാം, ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച്. അതിൽ ഒരു ഭാഗത്ത് നമുക്കറിയാം മയക്കുമരുന്ന് അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഇതിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ അവർക്കിതൊരു വായന ഒരു ലഹരിയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയെ ആധുനിക വിജ്ഞാന കേന്ദ്രമാക്കി വികസിപ്പിക്കുകയും ഗ്രാമത്തിലെ വിദ്യാലയങ്ങൾ, വായനശാലകൾ, കുടുംബശ്രീ, യുവജന ക്ലബ്ബുകൾ, ടൂറിസം മേഖല, പ്രാദേശിക വിജ്ഞാന സമ്പത്ത് എന്നിവയെ ഏകോപിപ്പിച്ച് കുമ്പളങ്ങിയെ വിജ്ഞാനാധിഷ്ഠിത വികസനത്തിന്റെ മാതൃകാ ഗ്രാമമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിജ്ഞാനതീരം പദ്ധതി നടപ്പാക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ലൈബ്രറി നവീകരണം, സ്മാർട്ട് ഹാൾ നിർമ്മാണം, പുസ്തകശേഖര വികസനം, ഡിജിറ്റൽ ലൈബ്രറി, വിജ്ഞാന ശൃംഖല രൂപീകരണം, യുവജനങ്ങൾക്ക് തൊഴിൽ സംരംഭകത്വ പരിശീലനം, ഡിജിറ്റൽ സാക്ഷരതാ പരിപാടികൾ, മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധതരം പദ്ധതികളാണ് വിജ്ഞാനതീരം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുക. വായനയെയും വിജ്ഞാനത്തെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുകയും കുമ്പളങ്ങിയെ മാതൃകാ വിജ്ഞാന ഗ്രാമമായി ഉയർത്തുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മാർഗ്രറ്റ് ലോറൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജ്യോതി ജൂഡ്, ഗോപി കാരക്കോടത്ത്, ടെസി ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരി ജിൻസ, ജാസ്മിൻ, സജീവൻ, അനഖ ജോസ്, HCC സ്റ്റാറ്റസ് പ്രതിനിധികൾ, CDS ചെയർപേഴ്സൺ ഷീജ സേവ്യർ, അംഗങ്ങളായ ടോജി കോച്ചേരി, ജെസി വർഗീസ്, ആനി വർഗീസ്, പീറ്റർ ലാലൻ, KS ആന്റണി, ലിനി ലൈജു എന്നിവർ സംസാരിച്ചു. പൊതുവായിട്ട് കിട്ടുന്നതല്ല, വായനയിൽ കിട്ടുന്നത് ഒത്തിരി റെക്കോർഡ് ഞാൻ നോക്കുമായിരുന്നു. അപ്പം നോക്കിയില്ലെങ്കിൽ എന്നെക്കൊണ്ട്, മകളാണെങ്കിൽ എന്നെക്കൊണ്ട് വായിപ്പിക്കുമായിരുന്നു കുറേക്കാൾ. അങ്ങനെ കുറെ എനിക്ക് അറിവ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ കാത്തിരുന്ന കൊച്ചിയിലെ ഏറ്റവും വലിയ വിലക്കുറവ് ജൂലൈ 2 മുതൽ 6 വരെ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറുകളുടെ പെരുമഴയാണ്. ഏറ്റവും വിലക്കുറവിൽ എല്ലാ വ്യാഴാഴ്ചയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എത്രയും പെട്ടെന്ന് ചുള്ളിക്കലുള്ള സോൾട്ടിലേക്ക് പോരെ.